നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചെറുവത്തൂരിൽ അടച്ച കൺസ്യൂമർ ഫെഡ് മദ്യവിൽപ്പനശാല മയ്യിച്ചയിൽ തുറക്കുവാൻ നീക്കവുമായി അധികൃതർ. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. റംസാൻ വ്രതത്തിനായുള്ള തയ്യാറെടുപ്പ് പൂർത്തിയാക്കി വിശ്വാസി സമൂഹം. പള്ളികളും വീടുകളും ശുചീകരിച്ചും നവീകരിച്ചും വ്രതത്തിനായി ഒരുക്കങ്ങൾ പൂർത്തിയായി. RSP യുണൈറ്റഡ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നവജനശക്തി കോൺഗ്രസിൽ ലയിക്കും. ലയന സമ്മേളനം ദേശീയ പ്രസിഡന്റ് മനോജ് ശങ്കർനെല്ലൂർ ഉദ്ഘാടനം ചെയ്യും. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം വോട്ടംഗം 2024 മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. കേരളത്തിൽ UDFന് അനുകൂലമായ സാഹചര്യമാണുള്ളതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. ഹൊസ്ദുർഗ് കോടതിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം മാർച്ച് 16 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി അധികൃതർ. കാസർഗോഡ് ശ്രീ ബീർനാൾവ ദൈവസ്ഥാനം ബ്രഹ്മകലശോത്സവത്തിന്റെ 36ാമത് വാർഷികോത്സവത്തിന് തുടക്കം. ഭക്തിയുടെ നിറവിൽ സത്യനാരായണ പൂജ നടന്നു. വാർത്തകൾ വിശദമായി. ചെറുവത്തൂരിൽ അടച്ച കൺസ്യൂമർ ഫെഡ് മദ്യവിൽപ്പനശാല മയ്യിച്ചയിൽ തുറക്കുവാൻ നീക്കവുമായി അധികൃതർ. അയ്യപ്പ ഭജന മഠത്തിനടുത്ത് മദ്യശാല തുറക്കുവാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് പ്രതിഷേധവുമായി മയ്യിച്ചയിലെ സ്ത്രീകൾ ഉൾപ്പെടെ നാട്ടുകാർ രംഗത്തെത്തി. ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ഒറ്റ ദിവസം പ്രവർത്തിച്ച് അടച്ചുപൂട്ടിയ കൺസ്യൂമർ ഫെഡ് മദ്യവിൽപ്പനശാല മയ്യിച്ചയിൽ തുറക്കുവാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. ദേശീയപാതയോരത്ത് അയ്യപ്പ ഭജനമഠത്തിന് സമീപമുള്ള കെട്ടിടത്തിൽ മദ്യശാല തുറക്കുവാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് മയ്യിച്ച ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ സ്ത്രീകളും കുട്ടികളും യുവാക്കളും ഉൾപ്പെടെ 100-ൽ പരം പേർ പ്രതിഷേധ പ്രകടനത്തിലും ധർണയിലും പങ്കെടുത്തു. മയ്യിച്ചയിൽ പ്രവർത്തിച്ചു വരുന്ന ഹോട്ടൽ കെട്ടിടത്തിൽ മദ്യശാല പ്രവർത്തനമാരംഭിക്കുവാനുള്ള നീക്കത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം എക്സൈസ് കൺസ്യൂമർ ഫെഡ് അധികൃതർ പരിശോധനയ്ക്ക് എത്തിയിരുന്നു. മയ്യിച്ചയിലെ കെട്ടിടത്തിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ VV കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മദ്യശാല ആവശ്യമില്ല, അതിനെതിരെ പ്രതികരിക്കാൻ എല്ലാ സഹോദരന്മാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇവിടെ ചിലപ്പോൾ ഇന്ന് രാത്രി തന്നെ ഇറക്കിക്കൊള്ളാമെന്നില്ല സാധനം. നമ്മളെല്ലാവരും ഇനി അങ്ങോട്ട് എല്ലാവരും ഏത് സമയത്ത് വിളിക്കുമ്പോൾ ആളുകളെ എത്തിപ്പെടണം എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. നമ്മുടെ പ്രതിഷേധം ഉത്തരവാദപ്പെട്ട ആളുകളെ അറിയിക്കുകയാണ്. MV കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. TP അനിൽ, ജയപ്രകാശ് മയ്യിച്ച, C വേണുഗോപാലൻ, മിനി ചന്ദ്രൻ, M സുകുമാരി, ശ്രീജേഷ് വയലിൽ എന്നിവർ സംസാരിച്ചു. മയ്യിച്ച അമ്പലഗേറ്റ് പരിസരത്ത് നിന്ന് പ്രകടനമായെത്തിയാണ് നാട്ടുകാർ പ്രതിഷേധ ധർണ നടത്തിയത്. മദ്യശാലയ്ക്കെതിരെയുള്ള സമരം ശക്തമാക്കുവാൻ പ്രദേശത്തുള്ളവരുടെ നേതൃത്വത്തിൽ ജനകീയ കൺവെൻഷൻ നടത്തുവാനും തീരുമാനിച്ചു. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. റംസാൻ വ്രതത്തിനായുള്ള തയ്യാറെടുപ്പ് പൂർത്തിയാക്കി ലോകമെങ്ങുമുള്ള ഇസ്ലാം മത വിശ്വാസികൾ പകൽ സമയങ്ങളിൽ വ്രതമെടുത്തും അന്നപാനാദികൾ വെടിഞ്ഞും സർവശക്തനെ മാത്രം പ്രാർത്ഥിച്ച് കഴിച്ചുകൂട്ടുന്നതാണ് 1 മാസത്തോളം നീളുന്ന നോമ്പാചരണം. പള്ളികളും വീടുകളും ശുചീകരിച്ചും നവീകരിച്ചും വ്രതത്തിനായി ഒരുക്കങ്ങൾ പൂർത്തിയായി. മനസ്സും ശരീരവും പാകപ്പെടുത്തി ആത്മനിയന്ത്രണത്തിൻ്റെ നാളുകളാണ് റംസാൻ മാസത്തിലൂടെ ഓരോ വിശ്വാസിയും ഊട്ടിയുറപ്പിക്കുന്നത്. റംസാനിലെ ദാനധർമ്മങ്ങൾക്കും ആരാധനകൾക്കും അധിക പ്രതിഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. പതിവ് ജീവിതചര്യകളോട് വിട നൽകി പ്രാർത്ഥനകളും ഖുർആൻ പാരായണങ്ങളുമായി പുതിയ ജീവിതത്തിനായാണ് ഒരുക്കങ്ങൾ നടത്തുന്നത്. ആരാധനാലയങ്ങൾ ശുചീകരിച്ച് പുത്തൻ പരവതാനി വിരിക്കൽ മുതൽ ചായമടിക്കൽ വരെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഇതിനകം നടത്തിയിട്ടുള്ളത്. സുഗന്ധദ്രവ്യങ്ങൾ തളിക്കുന്നതും സാധാരണമാണ്. വീണ്ടും അനുഗ്രഹീതമായ ഒരു റമദാൻ കൂടി നമ്മുടെ മുമ്പിലേക്ക് ആഗതമാവുകയാണ്. വിശുദ്ധ റമദാനിന് വേണ്ടി മുഅ്മിനീങ്ങൾക്ക് തൃക്കരിപ്പൂർ ടൗൺ ജുമാ മസ്ജിദ് കമ്മിറ്റി ഒരുക്കി വെക്കുന്ന എല്ലാ ഇബാദത്തിന് വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അവസാനം വരുന്ന ഖിയാമുൽ ലൈൽ നിസ്കാരവും മറ്റുള്ള അഅ്മാലുകളൊക്കെ ചെയ്യാൻ വേണ്ടി വളരെ സൗകര്യപ്രദമായ കാര്യങ്ങളൊക്കെ തൃക്കരിപ്പൂർ ടൗൺ ജുമാ മസ്ജിദ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ലൊരു പുണ്യമായ പ്രവർത്തനം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വീടുകളുടെ അകവും പുറവും വാതിലുകളും ജനലുകളും ശുചീകരിക്കുന്നതിന് കുടുംബാംഗങ്ങൾ മുഴുവനായും പങ്കുചേരുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. മാസപ്പിറവി കാണുന്നതോടെ ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച റംസാൻ വ്രതാനുഷ്ഠാനത്തിന് തുടക്കമാകും. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.
RSP യുണൈറ്റഡ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നവജനശക്തി കോൺഗ്രസിൽ ലയിക്കും. ലയന സമ്മേളനം ദേശീയ പ്രസിഡന്റ് മനോജ് ശങ്കരനല്ലൂർ ഉദ്ഘാടനം ചെയ്യും. RSP യുണൈറ്റഡ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി PV ജനാർദ്ദനൻ പാലക്കുന്ന്, സംസ്ഥാന സെക്രട്ടറി MN ഓമനക്കുട്ടൻ തുടങ്ങി നൂറുകണക്കിന് പ്രവർത്തകർ ജനശക്തി കോൺഗ്രസിൽ ലയിക്കും. സമ്മേളനത്തിന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP, UDF ജില്ലാ ചെയർമാൻ കല്ലട്ര മാഹിൻ ഹാജി എന്നിവർ ചേർന്ന് സ്വീകരണം നൽകും. ഏപ്രിൽ 7-ന് കാസർഗോഡ് ടൗൺ ഹാളിൽ നടക്കുന്ന ലയന സമ്മേളനം ദേശീയ പ്രസിഡന്റ് മനോജ് ശങ്കരനല്ലൂർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിരുന്ന കഴിഞ്ഞ 10 വർഷക്കാലം അവരുമായി സഹകരിച്ചു പോന്ന RSP യുണൈറ്റഡ് എന്ന പാർട്ടി അതിൻ്റെ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള അതിൻ്റെ വർഗ ബഹുജന സംഘടനകൾ ഉൾപ്പെടെയുള്ള നേതൃത്വം നവജനശക്തി കോൺഗ്രസിലേക്ക് ലയിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി 21-ാം തീയതി ഇവിടെ മാത്രമല്ല കോട്ടയത്തുൾപ്പെടെ വയനാട് ജില്ലയുൾപ്പെടെ കണ്ണൂർ ജില്ലയുൾപ്പെടെയുള്ള ജില്ലകളിൽ ലയന സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുകയാണ്. രാജ്യത്തിൻ്റെ മതനിരപേക്ഷത വലിയൊരു അപകടത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. 10 വർഷക്കാലം നരേന്ദ്രമോദി പറഞ്ഞ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞത് വെറും കള്ളവും കളവുമായിരുന്നുവെന്ന് ഇന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. മനോജ് ശങ്കരനല്ലൂർ, MM സയ്യിദ്, PV ജനാർദ്ദനൻ, MN ഓമനക്കുട്ടൻ, അനിൽകുമാർ S പൊയിനാച്ചി, ജയശ്രീ MP മഞ്ചത്തടുക്ക എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കലാലയ പഠനത്തിൽ മികവ് കാട്ടുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് പഠന ഷറഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നൽകുന്ന സ്കോളർഷിപ്പ് 20-ാം വർഷവും മുടക്കമില്ലാതെ തുടരുന്നു. ഇത്തവണ കോളേജിലെ 150 പേരാണ് അർഹരായിട്ടുള്ളത്. കോളേജിലെ വിവിധ ശാഖകളിലായി പഠിക്കുന്ന 150-ൽ പരം വിദ്യാർത്ഥിനികൾക്ക് കോളേജ് റിലീഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തവണയും സ്കോളർഷിപ്പ് നൽകിയത്. ഷറഫ് കോളേജ് സെമിനാർ ഹാളിൽ നടന്ന എക്സലൻസിയ 2024-ൽ കോളേജ് മുൻ മാനേജർ PKC ആഷ്കർ സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. വളരെ പിന്നോക്കം നിൽക്കുന്ന ജില്ലയിൽ അറിയപ്പെടുന്ന മലപ്പുറത്തിലെ ഇന്ന് വേൾഡിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്ട് ഇന്ന് മലപ്പുറമാണ്. അതുപോലെ ഇത് പഠനം ഉൾക്കൊള്ളുന്ന കാസർഗോഡ് ജില്ല വിദ്യാഭ്യാസം വളരെ പിന്നോക്കമാണ്. തീർച്ചയായിട്ടും ഇവിടെയുള്ള പാവപ്പെട്ട വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചും അതുപോലെ തന്നെ സാധാരണക്കാരെയും അല്ലാത്തവരെയും ഒരു ഉന്നതമായ വിദ്യാഭ്യാസം നൽകി ഉത്തമമായ പൗരന്മാരാക്കി മാറ്റുവാനുള്ള മഹത്തായ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് സ്ഥാപിതമായ ഒരു സ്ഥാപനമാണ് ഷറഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. കോളേജ് മാനേജർ VKP അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. റിലീഫ് കമ്മിറ്റി ചെയർമാൻ PKC അബ്ദുൽ സമദ് ഹാജി മുഖ്യാതിഥിയായിരുന്നു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ S രാജേഷ്, PTA വൈസ് പ്രസിഡന്റ് KM മുഹമ്മദ് അഷ്റഫ്, സെക്രട്ടറി BS ഷെരീഫ്, P സിന്ധു, സ്റ്റാഫ് സെക്രട്ടറി K രജീഷ്, T സജിന, P അഞ്ജുഷ, A മോഹനൻ, ഷെരീഫ് ചിത്തമ്മാടെ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തുമിനാട് അറബ് റൈഡേഴ്സിൻ്റെയും ബ്ലഡ് ഡൊണേഴ്സ് മംഗലാപുരത്തിൻ്റെയും സംയുക്ത സഹകരണത്തോടെ ഏനപ്പോയ ബ്ലഡ് ഫണ്ട് ദേർലക്കട്ടയുടെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. അൽഫത്താഹ് ജുമാ മസ്ജിദ് ഖത്തീബ് അബ്ദുൽ റഹൂഫ് നിസാമി ഉദ്ഘാടനം ചെയ്തു. തുമിനാട് അറബ് റൈഡേഴ്സിൻ്റെയും ബ്ലഡ് ഡൊണേഴ്സ് മംഗലാപുരത്തിൻ്റെയും സംയുക്ത സഹകരണത്തോടെ ഏനപ്പോയ ബ്ലഡ് ഫണ്ട് ദേർലക്കട്ടയുടെ സഹകരണത്തോടെ തുമിനാട് സിറാജുൽ ഇസ്ലാം മദ്രസ ഹാളിലാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പ് അൽഫത്താഹ് ജുമാ മസ്ജിദ് ഖത്തീബ് അബ്ദുൽ റഹൂഫ് നിസാമി ഉദ്ഘാടനം ചെയ്തു. അബ്ദുൽ ഖാദർ ആദ്യ രക്തദാനം നടത്തി മാതൃകയായി. മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. തൻവീർ, സിദ്ദിഖ് തങ്ങൾ, ഹാഷിഖ്, അൻവർ, ഹനീഫ് നെസ്റ്റ് ഗാലറി, സമീർ, KM അബ്ദുൽ ഖാദർ, ഹനീഫ് ബാപ്പൻ കുഞ്ഞി, ഹനീഫ് AJS, ഇല്യാസ് തുമിനാട്, ഇസ്മായിൽ പുതുബാവ്, സിദ്ദിഖ് തങ്ങൾ, തൻവീർ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. അബ്ദുൽ റഹ്മാനുദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. നാടിനഭിമാനമായ പ്രതിഭകളെ ഉദിനൂർ സുന്നി സെന്ററിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. അമാനി ബിരുദം നേടിയവരെയും ചെറുപ്രായത്തിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയവരെയുമാണ് ചടങ്ങിൽ അനുമോദിച്ചത്. പ്രമുഖ വൈജ്ഞാനിക കലാലയമായ തളിപ്പറമ്പ് ജാമിയ അൽ മഖറിൽ നിന്നും 9 വർഷത്തെ ഇസ്ലാമിക പഠനം പൂർത്തിയാക്കി അമാനി ബിരുദം നേടിയ ഉദിനൂരിലെ ഹാഫിൾ മുഹമ്മദ് ബിലാൽ, AG മുഹമ്മദ് ഷാമിൽ എന്നിവരെയും കൈതക്കാട് തർബിയ അക്കാദമിയിൽ നിന്നും 2 വർഷം കൊണ്ട് ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കി ഹാഫിൾ ബിരുദം നേടിയ ഉദിനൂർ പേക്കടത്തെ C അഹമ്മദിനെയുമാണ് ഉദിനൂർ സുന്നി സെന്ററിൽ അനുമോദിച്ചത്.
കേരള മുസ്ലിം ജമാഅത്ത്, SYS, SSF സംഘടനകളുടെ ഉദിനൂർ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത്. ഹാഫിള് മുഹമ്മദ് ബിലാൽ അമാനിക്കുള്ള ഉപഹാരം സാമൂഹിക പ്രവർത്തകൻ മൂപ്പിൻ്റകത്ത് അബ്ദുൽ കരീമും ഹാഫിള് സി അഹമ്മദിനുള്ള ഉപഹാരം ദുബായിലെ വ്യാപാരി VN റാഷിദ് എന്നിവരും നൽകി. അമാനി ബിരുദം നേടിയ AG മുഹമ്മദ് ഷാമിലിന് ജാമിയ അൽ മക്കർ മുദരിസ് AG മെഹമ്മൂദ് അൻവരി ഉപഹാരം സമ്മാനിച്ചു. ആത്മീയ സദസ്സിന് ഉദിനൂർ താജുലുലമ സുന്നി മദ്രസ പ്രധാനാധ്യാപകൻ നിസാർ മിസ്ബാഹി മാവിലാടം നേതൃത്വം നൽകി. അനുമോദന സദസ്സ് മുഹമ്മദ് സാദി വെള്ളാപ്പ് ഉദ്ഘാടനം ചെയ്തു. VT മുഹമ്മദ് അലി പാക്കവി അധ്യക്ഷത വഹിച്ചു. T അബ്ദുല്ല മാസ്റ്റർ, TP അബ്ദുൽ സലാം ഹാജി എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. KK നൌഫൽ സാദി, ഹുസൈൻ സക്കാഫി പെട്ടിക്കൊണ്ട, മുനീർ മിസ്ബാഹി വെളുത്തപ്പൊയ്യ, ഇബ്രാഹിം അമാനി, IT AG താജുദ്ദീൻ മൗലവി തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ഉദിനൂർ യുണീക്ക് യെച്ചുകോം സെന്റർ ഡയറക്ടർ ബോർഡ് അംഗം അന്തരിച്ച NM അബ്ദുൽ കരീം ഹാജിയുടെ അനുസ്മരണവും വേദിയിൽ നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ബീരന്ത് വയൽ ശ്രീ ബീർനാൾവ ദൈവസ്ഥാനം ബ്രഹ്മ കലശോത്സവത്തിൻ്റെ 34ാമത് വാർഷികോത്സവത്തിനും നാഗപ്രതിഷ്ഠാ ഉത്സവത്തിനും ഭക്തിസാന്ദ്രമായ തുടക്കം. 3 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിൻ്റെ ഭാഗമായി വിവിധ വൈദിക ധാർമ്മിക പരിപാടികൾ നടക്കും. കാസർഗോഡ് ബീരന്തവയൽ ശ്രീ ബീർനാൾവ ദൈവസ്ഥാനം ബ്രഹ്മ കലശോത്സവത്തിൻ്റെ 34ാം വാർഷികോത്സവത്തിനും നാഗപ്രതിഷ്ഠാ ഉത്സവത്തിനും ഭക്തിസാന്ദ്രമായ തുടക്കം. ഗണപതി ഹോമവും തമ്പിലവും ചടങ്ങുകളോടെയാണ് ഉത്സവത്തിന് തുടക്കമായത്. തുടർന്ന് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ ശ്രീ സത്യനാരായണ പൂജ നടന്നു. ഗോപാലകൃഷ്ണ അടിക സൂർലു, സുധാകർ കോട്ടക്കുഞ്ചത്തായ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പൂജാ ചടങ്ങുകൾ. ಹಡಗಡೆ ಪೈಸವಂಗಾರ ಇತ್ತುದರ ಆ ಹಡಗಡೆ ಚಪ್ಪುಗಳ ಬೂರುಗಳ ಉಂಡು ಒಂದು ಪಣ್ಣ ಆ ಸುಳ್ಳು ಪಾತ್ರೆಗಳ ಎಂಕಳಿಗೆ ಕ್ಷಮೆ ಕೊರಡು, ಎಂಕಳನ್ನ ಸರ್ವ ಅಪರಾಧನ ಕ್ಷಮೆ ಕೊಡು ಒಂದು ಪಂಡು ರಡ್ಡು ಜನಲ ಅಡ್ಡಬೂರ್ದು ಪಂಡೆ ಅಪ್ಪಗ ಸನ್ಯಾಸಿ ರೂಪಡೆತ್ತಿನ ಸತ್ಯನಾರಾಯಣ ದೇವರ ಪಂಪೆರು ಸಾಧು ವೈಶ್ಯ ಈಯನ್ನ ಪೂಜೆನ ಏನೇ ಮಳಪೆ ಎಲ್ಲ ಮಳಪೆ ಎಲ್ಲಾಂಜಿ ಮಳಪೆ ಅಂತ ಪಡೆದು ಕಾಲಹರಣಮಂತ. ഉച്ചയ്ക്ക് ബീർനാൾവ ദൈവത്തിൻ്റെ മഹാപൂജയും സാമൂഹിക തമ്പിലവും പ്രസാദ വിതരണവും നടന്നു. വൈകുന്നേരം ഭജന, തുടർന്ന് ശ്രീ ദുർഗാപൂജ എന്നിവ നടന്നു. രാത്രി പ്രദേശത്തെ കുട്ടികളുടെ സാംസ്കാരിക പരിപാടികൾ നടക്കും. ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണിക്ക് ശ്രീ വിഷ്ണുപ്രകാശ് തന്ത്രി അവറുകൾക്ക് പൂർണ്ണകുംഭ സ്വാഗതം, ആചാര്യവരണം, സാമൂഹിക പ്രാർത്ഥന, പ്രസാദം വിട്ടുകൊടുക്കൽ, പശുദാന പുണ്യാഹം, പ്രസാദശുദ്ധി, വാസ്തുഹോമം, രക്ഷോഘ്നഹോമം, വാസ്തുബലി, ബിംബശുദ്ധി, ശയ്യപൂജ എന്നിവ നടക്കും. രാത്രി 9 മണിക്ക് ശ്രീ വെങ്കിട്ടരമണ കൃപാശ്രിത യക്ഷഗാന അധ്യയന കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ യക്ഷഗാന ബയലാട്ടം, ചക്രവ്യൂഹം നടക്കും. ബുധനാഴ്ച രാവിലെ 7 മണിക്ക് ഗണപതി ഹോമം, കലശപൂജ. രാവിലെ 10:20 11:30 മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിൽ ശ്രീ നാഗദേവന്റെ പ്രതിഷ്ഠ, കലശാഭിഷേകം, മഹാപൂജ, സമൂഹ പ്രാർത്ഥന, പ്രസാദ വിതരണം എന്നീ ചടങ്ങുകൾ നടക്കും. 12 മണിക്ക് ഹരികഥ നടക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തിയാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നതെന്നും അതുകൊണ്ട് ഈ 2 സാഹചര്യങ്ങളും കേരളത്തിൽ UDFന് അനുകൂലമാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം സംഘടിപ്പിച്ച വോട്ടംഗം 2024 മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തിയാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നതെന്നും അതുകൊണ്ട് ഈ 2 സാഹചര്യങ്ങളും കേരളത്തിൽ UDFന് അനുകൂലമാണെന്നും അതുകൊണ്ട് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ഒരു സീറ്റ് കൂടി തിരിച്ചുപിടിക്കാനാണ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. 10 കിലോമീറ്ററിന് 10 കോടി അനുവദിച്ചു. സൻസദ് ആദർശ് യോജന, അതാണ് സാഗി, 4 പഞ്ചായത്ത് 4 കോടി 90 ലക്ഷം. റെയിൽവേ മേൽപ്പാലങ്ങൾ 7 എണ്ണം 245 കോടി 30 ലക്ഷം. അമൃത് ഭാരത് സ്റ്റേഷൻ 2 എണ്ണം 57 കോടി 52 ലക്ഷം. BSNL, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ കേരളത്തിൽ ഒരൊറ്റ പാർലമെന്റ് ചെയ്യാത്തൊരു കാര്യം. ഞാൻ നിരന്തരമായി ബന്ധപ്പെട്ടു. കാര്യം ഇവിടെ ഒരു സ്ഥലത്തും റേഞ്ചില്ല. കാസർഗോഡ് ജില്ലയിൽ 35 ടവറുകൾ അനുവദിച്ചു. 2 മാസത്തിനകം ആ ടവറുകൾ കമ്മീഷൻ ചെയ്യാൻ പോകുന്നു.
കാഞ്ഞങ്ങാട് പ്രസ് ഫോറം സംഘടിപ്പിച്ച വോട്ടംഗം 2024 മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖാമുഖം പരിപാടിയിൽ പ്രസ് ക്ലബ് സെക്രട്ടറി ബാബു കോട്ടപ്പാറ സ്വാഗതം പറഞ്ഞു. പ്രസ് ക്ലബ് പ്രസിഡന്റ് ടി കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹൊസ്ദുർഗ് കോടതിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം മാർച്ച് 16 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഹൊസ്ദുർഗ് കോർട്ട് പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് മാർച്ച് 16 തുടക്കമാവും. പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി നിർവഹിക്കും. ജൂബിലി ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഇ ചന്ദ്രശേഖരൻ MLA അധ്യക്ഷത വഹിക്കും. കേരള നിയമകാര്യ മന്ത്രി പി രാജീവ്, കേരള ഹൈക്കോടതി സീനിയർ ജഡ്ജിമാരായ ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് AK ജയശങ്കർ നമ്പ്യാർ, ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് എന്നിവരും രാജ്മോഹൻ ഉണ്ണിത്താൻ MP, ജില്ലയിലെ MLAമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 2:30 ഭരണഘടനാ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ ജുഡീഷ്യറിയുടെ പങ്കാളിത്തം എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും. സെമിനാർ കേരള ഹൈക്കോടതി ജഡ്ജി ബെച്ചു കുര്യൻ തോമസ് ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, T അസിഫ് അലി എന്നിവർ സംസാരിക്കും. പരിപാടിക്ക് ശേഷം ഇഫ്താർ സംഗമവും കലാപരിപാടികളും നടക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഇ ചന്ദ്രശേഖരൻ MLA, വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് MC ജോസ്, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KC ശശീന്ദ്രൻ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് P നാരായണൻ, ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് PK സതീശൻ, ട്രഷറർ അഡ്വക്കേറ്റ് മാത്യു KL, മീഡിയ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് M ജയചന്ദ്രൻ, അഡ്വക്കേറ്റ് വിനോദ് കുമാർ PN, കാട്ടൂർ രാമചന്ദ്രൻ നായർ, വി ബാബു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ത്യാഗനിർഭരമായ പുണ്യ റംസാൻ വ്രതാനുഷ്ഠാനങ്ങൾക്ക് സമാരംഭം കുറിച്ച് അച്ചാനൂർ കടപ്പുറം മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ റിലീഫ് പ്രവർത്തനങ്ങൾക്ക് പ്രൗഢോജ്വല തുടക്കമായി. ജമാഅത്ത് പരിധിയിലുള്ള നിർധനരായ കുടുംബങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഭക്ഷ്യധാന്യ കിറ്റുകളുടെ വിതരണം നടന്നു. ത്യാഗനിർഭരമായ പുണ്യ റംസാൻ വ്രതാനുഷ്ഠാനങ്ങൾക്ക് സമാരംഭം കുറിച്ച് അജാനൂർ കടപ്പുറം മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ റിലീഫ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഈ റമദാനിൽ നമ്മുടെ മഹലിലെ പാവപ്പെട്ടവരാരും പട്ടിണി കിടന്നു പോകരുത് എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെ എല്ലാ റമദാനിൽ നാം ചെയ്യുന്നത് പോലെ ഈ വർഷവും നമ്മൾ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് കിറ്റുകൾ എത്തിച്ചു കൊടുക്കുകയാണ്. അത് നാമമാത്രമായ കിറ്റല്ല, ഒരു മാസത്തെ പരിശുദ്ധ റമദാനിലെ ഒരു മാസത്തെ ഭക്ഷണ സാധനങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കിറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അതിനുവേണ്ടി പ്രവർത്തിച്ച ഇതിൻ്റെ സബ് കമ്മിറ്റി ഭാരവാഹികൾ അവരഭിനന്ദിച്ചേ മതിയാവും. നമ്മൾ വർക്ക് കമ്മിറ്റി യോഗത്തിൽ ഒരു 40 കിറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ 51 കിറ്റാണ് ഇവരിവിടെ റെഡിയാക്കിയിട്ടുള്ളത്. അത് നമ്മൾ സ്ഥിരമായി താമസിക്കുന്നവരുണ്ട്, ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ തന്നെ പരിശുദ്ധ റമദാൻ സന്തോഷത്തോടു കൂടി ആയിരിക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അവർക്ക് ഭക്ഷണ സാധനങ്ങളുടെ കിറ്റുകൾ നൽകുന്നത്. ജമാഅത്ത് പരിധിയിലുള്ള നിർധനരായ കുടുംബങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഭക്ഷ്യധാന്യ കിറ്റുകളുടെ വിതരണം നടത്തി. ജമാഅത്ത് സെക്രട്ടറി അബ്ബാസ് പാലായിയുടെ അധ്യക്ഷതയിൽ അജാനൂർ കടപ്പുറം മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് A ഹമീദ് ഹാജി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഖത്തീബ് അഷ്റഫ് ദാരിമി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. CH മജീദ്, KM അഹമ്മദ്, KC ഹംസ, A അബ്ദുള്ള, ജാഫർ പാലായി, സിറാജ് പാലക്കി, MK മുഹമ്മദ് കുഞ്ഞി, KP ഷൌക്കത്ത് അലി, A മുഹമ്മദ് കുഞ്ഞി, SK അബ്ദുള്ള, KH ഹമീദ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ കാഞ്ഞങ്ങാട് വേദവാഹിനിയുടെ ആഭിമുഖ്യത്തിൽ അമൃതകീർത്തി ആചാര്യ ശ്രീ രാജേഷിന്റെ നേതൃത്വത്തിൽ ജ്ഞാനയജ്ഞവും ധ്യാന പരിശീലനവും കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്നു. ആധുനിക ജീവിതത്തിലെ മാനസിക സംഘർഷങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിനുള്ള ധ്യാന പരിശീലനവും നടന്നു. കാശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ കാഞ്ഞങ്ങാട് വേദവാഹിനിയുടെ ആഭിമുഖ്യത്തിൽ അമൃതകീർത്തി ആചാര്യ രാജേഷിന്റെ നേതൃത്വത്തിൽ ജ്ഞാനയജ്ഞവും ധ്യാന പരിശീലനവും കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടത്തി. ജീവിത വിജയത്തിനും കുട്ടികളെ നന്നായി വളർത്തുന്നതിനും വേണ്ടി വൈദിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഊന്നിയായിരുന്നു പ്രഭാഷണം. കുട്ടികളിൽ ധാർമ്മിക മൂല്യം വളർത്തുന്നതിനായി ചെറുപ്രായത്തിൽ തന്നെ പഞ്ചതന്ത്ര കഥകളും സുഭാഷിതങ്ങളും പഠിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ഊന്നി പറഞ്ഞു. ആധുനിക ജീവിതത്തിലെ മാനസിക സംഘർഷങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിനുള്ള ധ്യാന പരിശീലനവും നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, വേണുഗോപാലൻ നമ്പ്യാർ, നാലപ്പാടം പത്മനാഭൻ, ഗണേഷ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു.
കേരള പൂരക്കളി കലാ അക്കാദമി കാഞ്ഞങ്ങാട് ഉദുമ നീലേശ്വരം ചെറുവത്തൂർ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് വെച്ച് നടക്കുന്ന മെഗാ പൂരക്കളിയുടെ സംഘാടക സമിതി രൂപീകരിച്ചു. 1000-ൽ പരം പൂരക്കളി കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും ജനകീയമായ ഈ നാടൻ കലാരൂപത്തെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം തേടി നമ്മുടെ പൂരക്കളിക്ക് അന്തർദേശീയ തലത്തിൽ പ്രചാരണവും അംഗീകാരവും ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കലാവിരുന്ന് ഒരുക്കുന്നത്. കേരള പൂരക്കളി കലാ അക്കാദമി കാഞ്ഞങ്ങാട് ഉദുമ നീലേശ്വരം ചെറുവത്തൂർ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് നടക്കുന്ന മെഗാ പൂരക്കളിയുടെ സംഘാടക സമിതി രൂപീകരിച്ചു. ഉദുമ മുൻ എംഎൽഎയും കേരള പൂരക്കളി അക്കാദമി ചെയർമാനുമായ കെ കുഞ്ഞിരാമനെ സംഘാടക സമിതിയുടെ ചെയർമാനായും കേരള പൂരക്കളി കലാ അക്കാദമി ജനറൽ സെക്രട്ടറി മടിക്കൈ ഗോപാലകൃഷ്ണ പണിക്കർ ജനറൽ സെക്രട്ടറിയായും പെരിയ രാജൻ പെരിയ ട്രഷററായും 501-അംഗ സംഘാടക സമിതിയും 101-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും നിലവിൽ വന്നു. മുനിസിപ്പൽ ടൌൺ ഹാളിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം പയ്യന്നൂർ എംഎൽഎയും കേരള പൂരക്കളി കലാ അക്കാദമി ചെയർമാനുമായ ടി.ഐ. മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. മുൻ എംഎൽഎയും പൂരക്കളി അക്കാദമി ചെയർമാനുമായ കെ കുഞ്ഞിരാമൻ അധ്യക്ഷനായി. കാഞ്ഞങ്ങാട് മേഖലാ സെക്രട്ടറി അനീഷ് ദീപം സ്വാഗതം പറഞ്ഞു. ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സാംസ്കാരിക പ്രവർത്തകർ, വ്യാപാര വ്യവസായ സമിതി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. മടിക്കൈ ഗോപാലകൃഷ്ണ പണിക്കർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെറുവത്തൂരിൽ അടച്ച കൺസ്യൂമർ ഫെഡ് മദ്യവിൽപ്പനശാല മയ്യിച്ചയിൽ തുറക്കുവാൻ നീക്കവുമായി അധികൃതർ. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. റംസാൻ വ്രതത്തിനായുള്ള തയ്യാറെടുപ്പ് പൂർത്തിയാക്കി വിശ്വാസി സമൂഹം. പള്ളികളും വീടുകളും ശുചീകരിച്ചും നവീകരിച്ചും വ്രതത്തിനായി ഒരുക്കങ്ങൾ പൂർത്തിയായി. RSP യുണൈറ്റഡ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നവജനശക്തി കോൺഗ്രസിൽ ലയിക്കും. ലയന സമ്മേളനം ദേശീയ പ്രസിഡന്റ് മനോജ് ശങ്കർ നെല്ലൂർ ഉദ്ഘാടനം ചെയ്യും. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം വോട്ടംഗം 2024 മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. കേരളത്തിൽ UDFന് അനുകൂലമായ സാഹചര്യമാണുള്ളതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. ഹൊസ്ദുർഗ് കോടതിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം മാർച്ച് 16 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി അധികൃതർ. കാസർഗോഡ് ശ്രീ ബീർനാൾവ ദൈവസ്ഥാനം ബ്രഹ്മകലശോത്സവത്തിന്റെ 36ാമത് വാർഷികോത്സവത്തിന് തുടക്കം. ഭക്തിയുടെ നിറവിൽ സത്യനാരായണ പൂജ നടന്നു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.